ഇവിടെ ബാങ്ക് വിളിക്കുന്ന സന്ദർഭം എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാങ്ക് വിളിച്ച തൊട്ടു ഉടനെയുള്ള സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചില സ്വഹാബികൾ വന്ന് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനീങ്ങൾ ധാരാളം പ്രതിഫലങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു, അവർ ഞങ്ങളെക്കാൾ ധാരാളം ശ്രേഷ്ഠരായിരിക്കുന്നു, ഞങ്ങൾക്കും ആ ശ്രേഷ്ഠത ലഭിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അവര് പറയുന്നത് പോലെ നിങ്ങളും പറയുക. മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങളും അതുപോലെ പറയുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫഇദൻ ദഹൈത ഫസൽ തുഅത, അങ്ങനെ ബാങ്ക് തീർന്നു കഴിഞ്ഞാൽ അതിന് മറുപടിയും നീ പറഞ്ഞു കഴിഞ്ഞാൽ ഫസൽ തുഅത, നീ ചോദിച്ചു കൊള്ളുക, അള്ളാഹുവിനോട് അത് നൽകപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വീകാര്യയോഗ്യമായ ഹദീസിലുള്ളതാണ്. അതായത് ബാങ്ക് വിളിച്ചതിന് ഉടനെ, ബാങ്കിന് മറുപടി പറഞ്ഞതിന് ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് സുന്നത്തുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസീല ചോദിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുശേഷം അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം. ചോദിച്ചാൽ ആ സന്ദർഭത്തിൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ഇൻദൽ അദാൻ, ബാങ്കിന്റെ സന്ദർഭത്തിൽ. വീണ്ടും പറഞ്ഞു വബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, അത് ഇത് കൂടാതെയുള്ള സമയമാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുആ ബൈനൽ അദാനി വൽ ഇഖാമത്തി ലാ തുറദ്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ളതായ ചോദ്യത്തെ, ദുആഇനെ അള്ളാഹു തള്ളിക്കളയുകയില്ല, തള്ളപ്പെടുകയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.